ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു കഥയാണേ. കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥയിലെ ബാലൻസ്. അതൊരു തുടർക്കഥയാണ് കേട്ടോ. അപ്പം ആ പയ്യൻ ഈ പെൺകുട്ടിയോട് വന്ന് ചോദിക്കുന്നു, നമുക്ക് മുന്നോട്ട് നീങ്ങി നല്ല രീതിയിൽ ജീവിച്ചാൽ എന്താ എന്ന്. അപ്പം ആ പെൺകുട്ടി മക്കളോട് ചോദിക്കുന്നു. മക്കൾ പറയുന്നത് അച്ഛനും അമ്മയും വേണമെന്ന്. അപ്പോൾ കേസും വഴക്കുമായിട്ടിരുന്ന ആ ഒരു ദമ്പതികൾക്ക് ആ ഒരു പെണ്ണ് അയാളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ നീക്കുപോക്ക് ചെയ്യാൻ. അങ്ങനെ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മീഡിയേഷൻ, അതായത് 6 മാസ കാലയളവ് ഈ ദമ്പതികൾക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രശ്നമില്ല എന്നുള്ളൊരു അറിയിപ്പ് കിട്ടുവാണെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാം. അങ്ങനെ കോടതി 6 മാസ കാലയളവ് ജീവിക്കാനായിട്ട് വിടുന്നു. അങ്ങനെ ഈ മക്കളെ അമ്മയും കൊണ്ട് വേറൊരു വാടക വീടെടുത്ത് അവിടെ വാടക വീട്ടിൽ താമസിക്കാൻ പോകുന്നു. അവിടെ 1 മാസ കാലയളവ് താമസിക്കാൻ പറ്റിയില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ സ്വന്തം വീട്ടിലോട്ട് ഈ അമ്മയും കുഞ്ഞുങ്ങളെയും കൊണ്ടു ചെല്ലുന്നു. അവിടെ ഈ നിൽക്കുന്ന പെങ്ങൾക്ക് ഭർത്താവ് മരിച്ചുപോയി. അവിടെ അവൾക്കൊരു കുഞ്ഞുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഈ പെൺകുട്ടി, മക്കള്, ഭർത്താവ്, ഇങ്ങനെ കൂട്ടുകുടുംബം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഈ കുടുംബം, ആരും അസൂയപ്പെടുന്ന ഒരു കുടുംബം, നല്ലൊരു കുടുംബജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള മാരേജ്. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം പിരിഞ്ഞിരുന്നു. പിന്നാണല്ലോ ഈ കുടുംബം ഒന്നു ചേർന്നത്. അവരുടെ 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം അതിൽ ഈ പെൺകുട്ടിക്ക് ഒരു ഒരു സർപ്രൈസ് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് തന്നെ കൊടുത്തു. ഒരു കേക്കും ഒരു ജോഡി ഡ്രസ്സും. അവൾ അതിൽ ഒരുപാട് സന്തോഷിച്ചു. സന്തോഷിക്കാൻ മാത്രമല്ല, ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോൾ അവൾക്കത് ചിന്തിക്കാൻ പോലുള്ളൊരു ആ ഒരു പ്രതീക്ഷയില്ലാത്തൊരു ഇതായിരുന്നു അത്. പിന്നിലോട്ടുള്ള ചതിയിലോട്ട് നീങ്ങുവാന്ന് അവൾക്ക് അന്ന് മനസ്സിലായില്ല. പിന്നാണ് അവൾക്ക് മനസ്സിലായി വന്നത്. ആ ഒരു കേക്കും ഡ്രസ്സ് എടുത്തു കൊടുക്കുവാണ് അവരുടെ ജീവിതത്തിൽ പിന്നെയും വിള്ളൽ വന്നു തുടങ്ങിയത്. അങ്ങനെ 3-4 മാസം മുന്നോട്ട് നീങ്ങി. അതിനുശേഷം അവൾക്കുണ്ടായ അനുഭവങ്ങൾ വളരെ ക്രൂരമായിരുന്നു. അവർ അവളെ കൊല്ലരുത്, പക്ഷെ അവൾ സ്വയം ചാകണമെന്നുള്ള ചിന്തയിലൂടെയാണ് അവരുടെ നീക്കങ്ങൾ പോയത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് വളരെ വലിയ ചതിയിലോട്ടാണല്ലോ കയറി ചെന്നതെന്ന്. പക്ഷെ ഇവിടെ ഈ കോടതിയിൽ നിന്നുള്ള നിബന്ധനകൾ സൈൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അമ്മയും പെങ്ങളും അച്ഛനും അറിയുന്നില്ല. അത് മകൻ പറയാൻ വിട്ടുപോയി. അതാണ് അടുത്ത കഥയിൽ ബാക്കി കഥ നമുക്ക് കേൾക്കാം. ഓക്കെ, ബൈ.